أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما يود الذين كفروا من أهل الكتاب ولا المشركين أن ينزل عليكم من خير من ربكم والله يختص برحمته من يشاء والله ذو الفضل العظيم صدق الله العظيم. സൂറത്തുൽ ബഖറ 105-ാമത്തെ ആയത്താണ്. വേദക്കാരും മുശ്രിക്കുകളുമായ നിഷേധികൾ നിങ്ങളുടെ റബ്ബിൽ നിന്ന് എന്തെങ്കിലും നന്മയും അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കുന്നതൊരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ്റെ കാരുണ്യവും അനുഗ്രഹവും പ്രത്യേകമായി നൽകുന്നു. അള്ളാഹു മഹാ ഔദാര്യമുടയവനാണ്. ഈ ആയത്തിൽ പറഞ്ഞ അനുഗ്രഹവും കാരുണ്യവും ഖുർആനാകുന്ന വേദഗ്രന്ഥവും നബിയുടെ പ്രവാചകത്വവുമാണ്. മുസ്ലിങ്ങളുടെ സകലമാന അനുഗ്രഹങ്ങളുടെയും സ്രോതസ്സ് യഥാർത്ഥത്തിൽ ഖുർആനും നബിചര്യയുമാണല്ലോ. അതിലൂടെയാണല്ലോ മുസ്ലിം ലോകം എല്ലാവിധ പുരോഗതികളും കൈവരിച്ചത്. ഇനി പരലോക വിജയവും യഥാർത്ഥ മുസ്ലിങ്ങൾക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജൂതക്രിസ്തീയ ബഹുദൈവ വിശ്വാസി വിഭാഗങ്ങളൊന്നും തന്നെ മുസ്ലിങ്ങൾക്ക് അത്തരം അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് നിങ്ങളോട് ഒടുങ്ങാത്ത അസൂയയും ശത്രുതയും ഉണ്ടാവുകയാണ് അതിലൂടെ. വേദക്കാരുടെ ധാരണ വേദഗ്രന്ഥവും പ്രവാചകത്വവുമൊക്കെ അവരുടെ കുത്തകയാണ്. ഇസ്രായേൽ വംശത്തിൻ്റെ പുറത്തുള്ളവർക്കത് നൽകപ്പെടുന്നത് അവരൊരിക്കലും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. ബഹുദൈവ വിശ്വാസികളുടെ ധാരണ മനുഷ്യൻ പ്രവാചകനാവുന്ന പ്രശ്നം തന്നെയില്ല. അഥവാ വല്ല പ്രവാചകനെ നിയോഗിച്ചാൽ തന്നെ അത് അറേബ്യയിലെ വലിയ പ്രമാണിമാർക്ക് മാത്രമേ അതിനുള്ള അർഹതയുള്ളൂ. അവരുടെ ആ വാദഗതി സൂറത്ത് സുഹ്റുഫിൽ 31-ാമത്തെ ആയത്തിൽ അല്ലാഹു ഇപ്രകാരം സൂചിപ്പിക്കുന്നുണ്ട്. വഖാലൂ ലൗലാ നുസ്സില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിനൽ ഖറിയത്തൈനി അളീം. അവർ ചോദിക്കുന്നു, എന്തുകൊണ്ട് ഈ ഖുർആൻ 2 നഗരങ്ങളിലെ, അതായത് മക്ക, ത്വായിഫ് എന്നീ നഗരങ്ങളിലെ പ്രമുഖന് ഇറക്കിയില്ല? അപ്പം അതിനുള്ള മറുപടിയിൽ അല്ലാഹു പറയുന്നത്, അഹും യുഖ്സിമൂന റഹ്മത റബ്ബിക് നഹ്നു ഖസംനാ ബൈനഹും മഈശത്തഹും ഫിൽ ഹയാത്തിദ് ദുനിയ. അവരാണോ നിൻ്റെ നാഥൻ്റെ അനുഗ്രഹം വീതിച്ചു കൊടുക്കുന്നവർ? ആരെ എങ്ങനെ അനുഗ്രഹിക്കണമെന്ന് തീരുമാനിക്കുന്നത് അള്ളാഹു ആണ്. അഥവാ ഓരോ സമുദായത്തിൻ്റെയും താല്പര്യങ്ങൾക്കനുസരിച്ചല്ല വേദവും പ്രവാചകത്വവും അള്ളാഹു അവതരിപ്പിക്കുന്നത്. ജൂതക്രിസ്തീയ ബഹുദൈവ വിശ്വാസക്കാർ ഈ ദീൻ സ്വീകരിക്കാതിരിക്കാൻ പ്രധാന കാരണം അതവർക്ക് ലഭിക്കാത്തതിലുള്ള അസൂയയും കുനിഷ്ടും മാത്രമാണ് എന്ന് ഖുർആൻ മറ്റു ചില ആയത്തുകളിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.